മട്ടന്നൂർ വെളിയമ്പ്ര പഴശ്ശി ഡാം മുതൽ ആരംഭിച്ച ഇറിഗേഷൻ വിഭാഗത്തിന്റെ റീസർവേയിൽ വീടുകളും കടകളും ഉൾപ്പെടുന്നതിനെതിരെ പ്രതിഷേധം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സണ്ണി ജോസഫ് എം.എൽ.എ. കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വെളിയമ്പ്ര മുതൽ ആരംഭിച്ച റീസർവേ നടപടിയിൽ 50ഓളം വീടുകൾ ഭാഗികമായും 5ഓളം വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണുള്ളത്. നിർമ്മാണം നടക്കുന്നതും മറ്റ് കടമുറികൾ ഉൾപ്പെടുന്നതുമായ സ്ഥലങ്ങളും സർവേയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ വെളിയമ്പ്ര ബാഫഖി മെമ്മോറിയൽ LP സ്കൂളിൽ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അവരുടെ ഷോപ്പിന്റെ ഇങ്ങേ ഭാഗത്ത് ഷോപ്പിന് നടുക്കായിട്ട് വരത്തക്ക രൂപത്തിലാണ് കുറ്റിയടിച്ചത്. പിന്നെ അങ്ങേ ഭാഗത്തെ കുറ്റിയും കൂടെ കൂട്ടിമുട്ടുമ്പോൾ ഷോപ്പിന്റെ നടുക്കാണ്. പിന്നെ കണ്ടത് മുസ്തഫയുടെ ബാക്കിൽ കുറ്റിയടിക്കുന്നു. അതേപോലെ തന്നെ വശത്ത് കുറ്റിയടിച്ചു. ആ രണ്ടും കൂട്ടി കൊടുക്കും. ആ പുതിയ നല്ല വീടിന്റെ ഒരു അധിക ഭാഗവും പോകുന്ന രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞാനിങ്ങ് വരുന്ന വഴിക്കും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ വരുമ്പോൾ എന്താണ് എന്ന നിലയിൽ സർവേയുടെ 2-3 ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇറിഗേഷൻകാരിൽ നിന്ന് അവർ കാണിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു, കാണിച്ചു തന്നതാണെന്ന്. ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ K. ശ്രീലത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PP ഉസ്മാൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ചന്ദ്രൻ തില്ലങ്കേരി, അൻസാരി തില്ലങ്കേരി, V. വിനോദ് കുമാർ, VM ഇബ്രാഹിം, P. ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ജനകീയ സമിതി രക്ഷാധികാരികളായി സണ്ണി ജോസഫ് MLA, K. ശ്രീലത, അൻസാരി തില്ലങ്കേരി, V. വിനോദ് കുമാർ എന്നിവരെയും ചെയർമാനായി PP ഷുക്കൂറിനെയും കൺവീനറായി MK അബ്ദുൾ റഷീദിനെയും ട്രഷററായി KK നിസാറിനെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.